ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ എ പത്മകുമാറിന്റെ അറസ്റ്റ് സംബന്ധിച്ച് വിശദമായ ചർച്ചയ്ക്ക് ഒരുങ്ങി CPM. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്ന് ചർച്ച നടക്കും. പാരഡി ഗാനത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതിലും മുൻ MLA KC രാജഗോപാലിന്റെ കാലുവാരൽ ആരോപണത്തിലും ഇന്ന് ചർച്ച നടക്കും. CK അഭിലാൽ ഉണ്ട് വിശദവിവരങ്ങളുമായി. അഭിലാൽ, ഗുഡ് മോർണിംഗ്. എ പത്മകുമാറിന്റെ കാര്യത്തിൽ വലിയ ചർച്ചയൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പ് സമയത്തേക്കൊന്ന് മാറ്റി സൈഡാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. ഇതിപ്പോൾ വീണ്ടും എടുക്കുകയാണ്. ഇന്ന് നേതൃയോഗത്തിൽ എന്തൊക്കെയായിരിക്കും തീരുമാനമുണ്ടാവുക? ഗുഡ് മോർണിംഗ്. മുൻ MLA അതോടൊപ്പം തന്നെ CPM-ന്റെ ജില്ലയിലെ മുതിർന്ന നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ആൾ എ പത്മകുമാറിന്റെ അറസ്റ്റ് SIT നടത്തിയിട്ട് 28 ദിവസം പൂർത്തിയാവുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ ഘട്ടത്തിലാണ് എ പത്മകുമാർ അറസ്റ്റിലാകുന്നത്. പക്ഷേ ആ വിഷയത്തെ പാർട്ടി പരിപൂർണമായി അവഗണിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നപ്പോൾ ശബരിമല വിഷയം കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള വിഷയങ്ങൾ പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുകയും അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുകയും ചെയ്തു എന്ന് പാർട്ടി പരസ്യമായി സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും രഹസ്യമായി പാർട്ടി അത് അംഗീകരിക്കുന്നുണ്ട്. മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പാർട്ടിക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കുന്നു. എ പത്മകുമാറിൻ്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച ഇന്ന് ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭ്യമാകുന്നത്. ഇന്ന് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി ചേരുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം എ പത്മകുമാറിൻ്റെ അറസ്റ്റും തുടർ നടപടികളും അതിൽ പാർട്ടി അച്ചടക്ക നടപടിയിലേക്ക് പോകാതിരുന്നതുമായി ബന്ധപ്പെട്ട ന്യൂനതകളും ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എ പത്മകുമാറിൻ്റെ അറസ്റ്റ് ഉണ്ടായതിന് പിന്നാലെ സംഘടനാപരമായ നടപടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിടിച്ചു നിൽക്കാൻ മരുന്നിനെങ്കിലും ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് CPM-ൽ പത്തനംതിട്ട അടക്കമുള്ള ഇടങ്ങളിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഉള്ളത്. എന്നാൽ പാർട്ടി ആ വിഷയത്തെ പരിപൂർണമായി അവഗണിക്കുകയാണ് ഉണ്ടായത്. അത് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്ക് കാരണമായിരുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ പ്രബലമായ നിലപാട്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴും പിന്നീട് പരാതിയായി വന്നപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ച നടപടികൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള അവകാശവാദത്തിന് വക നൽകുകയും ചെയ്തിരുന്നു. ഈ രണ്ട് വിഷയങ്ങൾ കൂടി താരതമ്യം ചെയ്യുമ്പോൾ CPM കേവലം വിഷയത്തെ പരാമർശിച്ചു പോവുകയല്ലാതെ ഏതെങ്കിലും ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർക്ക് പറഞ്ഞു നിൽക്കാനുള്ള വക ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ചേരുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ TM തോമസ് ഐസക്കിനെ കൂടാതെ CS സുജാത കൂടി പങ്കെടുക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് രാവിലെ ഉച്ചയ്ക്കുമായി ചേരുന്ന ഇന്നത്തെ യോഗത്തിൽ ഗൗരവകരമായ ചർച്ചകൾക്ക് ഇടവരുത്തും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊരു വിഷയം പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളാണ്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ കൂടി ഇന്ന് ഉണ്ടാകും. KC രാജഗോപാൽ ഉയർത്തിയ കാലുവാരൽ ആരോപണം കോഴഞ്ചേരി ജില്ലാ സെക്രട്ടറി TV സ്റ്റാലിനെതിരായി ഉയർന്നു വന്ന ആക്ഷേപവുമായി ബന്ധപ്പെട്ട് പരാതികളായി പാർട്ടിക്ക് മുന്നിൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും ഈ വിഷയം കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും.